സത്യപ്രതിജ്ഞ കിടക്കും സെൻട്രൽ സ്റ്റേഡിയത്തിൽ വേദിയൊരുങ്ങും. കെ.സി. വേണുഗോപാലിനെ ഇന്ന് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി കേരള മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും. തുടർന്ന് മന്ത്രിമാരെയും ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. അതിനുശേഷമായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് ഗംഭീരമാക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം 102 സീറ്റുകളോടുകൂടി കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലെത്തുമ്പോൾ അതിനെ ആഘോഷമായി മാറ്റാനാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള BJPയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യയാകെ തന്നെ കേരളത്തിലെ അധികാരമാറ്റം ആഘോഷിക്കാനാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് വലിയ ആഘോഷമാക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം ആയിരിക്കും സത്യപ്രതിജ്ഞാ വേദി. സത്യപ്രതിജ്ഞയിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ള മുഴുവൻ പേരും പരമാവധി മുതിർന്ന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആഘോഷമാക്കി മാറ്റാനാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. അത്തരത്തിലുള്ള ചടങ്ങുകൾക്കായിരിക്കും സെൻട്രൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുക. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള കേരളത്തിലെ തിരിച്ചുവരവ് എന്ന നിലയിൽ KPCCയും ഈ ഒരു ചടങ്ങ് വലിയ തോതിൽ ആഘോഷമാക്കി മാറ്റാനാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായി താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ അടക്കം കേരളമാകെ ആഘോഷമാക്കി മാറ്റാവുന്ന തരത്തിലേക്ക് ഈ സത്യപ്രതിജ്ഞാവേദിയെ മാറ്റാൻ ഹൈക്കമാൻഡും KPCCയും അണിയറയിൽ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാടിലേക്ക് കടക്കേണ്ടതുണ്ട്. VD സതീശൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നതിനെ സംബന്ധിച്ചാണ് ആ ഒരു ചർച്ച പുരോഗമിക്കുക. ഇനി VD സതീശനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത്. VD സതീശൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകും എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ കേരളം മറുപടി നൽകുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇനി വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ മണിക്കൂറുകൾ കൂടിയാണ് ഇനി വരാനിരിക്കുന്നത്. VD സതീശൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകും? VD സതീശൻ പറഞ്ഞത്, ഞാൻ മുഖ്യമന്ത്രി അല്ല എങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള നിലപാടാണ്. വേണ്ടി വന്നാൽ MLA സ്ഥാനം പോലും രാജിവെച്ച് VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നുള്ള ചോദ്യം രാഷ്ട്രീയ കേരളത്തിന് മുൻപാകെ നിൽക്കുന്നു. VD സതീശന് മുന്നിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം മാനിച്ചുകൊണ്ട് കെ.സി. വേണുഗോപാൽ നയിക്കുന്ന ഈ മന്ത്രിസഭയിൽ അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം മാന്യമായി സ്വീകരിക്കുക, അതാണ് VD സതീശന് മുന്നിലുള്ള ഒരു വഴി. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് VD സതീശൻ പറയുന്നത് പോലെ തന്നെ സ്വന്തമായി ഒരു തീരുമാനമെടുക്കുക. മന്ത്രിസഭയിലേക്കില്ല, MLA സ്ഥാനം മാത്രമാണ് തനിക്ക് ഇനിയുള്ളത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് MLA പദവിയിൽ മാത്രം, ഒരു MLA എന്ന നിലയിലേക്ക് മാത്രം ഒതുങ്ങുക. ഇനി അതുമല്ല എങ്കിൽ VD സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചതുപോലുള്ള വനവാസം, ആ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകാൻ വേണ്ടി MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് എന്നേക്കുമായി രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുക. ഈ 3 സാധ്യതകളാണ് VD സതീശന് മുന്നിലുള്ളത്. അതായത് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുക, അതല്ല എങ്കിൽ MLA ആയി മാത്രം തുടരുക, അതുമല്ല എങ്കിൽ MLA സ്ഥാനവും രാജിവെച്ചുകൊണ്ട് എന്നേക്കുമായി രാഷ്ട്രീയ വനവാസത്തിന് പോവുക. ഈ 3 സാധ്യതകളാണ് VD സതീശൻ്റെ മുന്നിലുള്ളത്. ഈ 3 സാധ്യതകളിൽ ഏതെങ്കിലും ഒന്ന് VD സതീശന് തെരഞ്ഞെടുത്തേ മതിയാവുകയുള്ളൂ. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അനുസരിച്ചുകൊണ്ട് മന്ത്രിസഭയിൽ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുകയാണ് എങ്കിൽ സതീശന് ഇനിയും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ആ മന്ത്രി തലത്തിൽ നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ഭരണ പരിചയം ഒരു മുതൽക്കൂട്ടായി എടുത്തുകൊണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ, അടുത്ത 5 വർഷം കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ സതീശന് വിജയിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാവുന്നതേ ഉള്ളൂ. ആ ഒരു സാധ്യത അദ്ദേഹം വിനിയോഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ നല്ലതാണ്. അല്ല എങ്കിൽ തന്നിഷ്ടപ്രകാരമാണ് പോകുന്നതെങ്കിൽ ഹൈക്കമാൻഡും കൈവിടും, കോൺഗ്രസ് പ്രവർത്തകരും കൈവിടും, സതീശനും സിൽബന്ദികളും മാത്രമായി ഒതുങ്ങും. അതുകൊണ്ട് സതീശൻ സ്വന്തമായി തീരുമാനമെടുക്കുക. ഈ 3 തീരുമാനങ്ങളിൽ ഏതാണ് നല്ലത് എന്നുള്ള കാര്യം സതീശൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതിലെ സതീശന് ഒപ്പം നിൽക്കുന്നവർ പറഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലാക്കേണ്ടത്, അത്തരത്തിൽ VD സതീശൻ്റെ വിശ്വസ്തർ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ വേണ്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.